ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബിഎച്ച് ഹോം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 മണിക്ക് നല്ലൊരു പലഹാരം തയ്യാറാക്കാം. പാലക്കിൻ്റെ ഇല വെച്ചിട്ടാണ് ഞാൻ കടി തയ്യാറാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യാൻ മടിക്കല്ലേ. ഈ 4 മണി പലഹാരം തയ്യാറാക്കുന്നത് മെയിനായിട്ട് പാലക്കിൻ്റെ ഇല വെച്ചിട്ടാണ്. ഇല മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം വലുപ്പമുള്ള സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ചെറിയ പീസ് ഒരു ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ഇല്ലെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം ചേർക്കുന്നതാണ് കുറച്ചുകൂടെ, അതിൻ്റെ സീഡ് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല ഒരു ടേസ്റ്റ്. ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി ഞെരടി മിക്സ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ സവാളയിൽ നിന്നും പാലക്കിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു വെള്ളമയത്തോടു കൂടിയായിരിക്കും നമുക്ക് കിട്ടുക. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട. അത്യാവശ്യം വെള്ളം നമ്മുടെ സവാളയ്ക്കിലും പാലക്കിലും ഉണ്ട്. ആ വെള്ളത്തിൽ നമുക്ക് ഈ പൊടികളെല്ലാം മിക്സാക്കി കിട്ടുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇതൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. നമുക്കിത് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ഒരുപാട് അങ്ങ് ചൂടായി നിൽക്കുമ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കില്ല. ഒരു 80% മാത്രം ചൂടായാൽ മതിയാവും. ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള പാലക്കിൻ്റെയും സവാളയുടെയൊക്കെ മിക്സ് ഇതുപോലെ ഞാൻ കുറച്ച് മാവ് ഒരു ഉരുട്ടി ഇതുപോലെ ചെറിയൊരു പീസ് മാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി കിട്ടുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. വലിയ പീസുകളായിട്ട് മാവിട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ഉൾഭാഗം നല്ലതുപോലെ ഒന്നും വെന്ത് കിട്ടത്തില്ല. പിന്നെ കുക്ക് ചെയ്യാനെടുത്തിട്ടുള്ള പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് വേണം ഇതുപോലെ മാവ് ഇട്ട് കൊടുക്കാൻ. ഒത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിൽ വെന്ത് റെഡിയാക്കി കിട്ടത്തില്ല. കുറച്ച് പോർഷനായിട്ട് ഇട്ട് കൊടുത്ത് 1-2 പ്രാവശ്യമായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ള മാവ് ഡീപ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നല്ലൊരു 4 മണിക്കടി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.